ജോർജ് ജോസഫ് ആ കേസിലെ പരാതിക്കാരൻ എച്ച് ഹഫീസാണ്. ഹഫീസ് ഇപ്പോൾ അയക്കുന്ന ഒരു മെസ്സേജ് ഇങ്ങനെയാണ്: ആ കേസിലെ പരാതിക്കാരി മൊഴി നൽകാൻ തയ്യാറാണ്, പറ്റുമെങ്കിൽ നാളെ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശനിയാഴ്ച കോടതിയിലും രഹസ്യമൊഴി നൽകാൻ സാധ്യത. ഇരകളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവർ മൊഴി നൽകാൻ തയ്യാറായിട്ടുണ്ട് എന്നാൽ പരാതിക്കാരൻ പറഞ്ഞു. പരാതിക്കാരൻ ചില പ്രത്യേക അറിവ് ഉണ്ടാകുമല്ലോ, ആരാകും ഇരകൾ പരാതിക്കാരെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ അങ്ങനെ തുടക്കത്തിൽ പറഞ്ഞ കൺഫ്യൂഷൻ ഇല്ലാതാകുമോ? കേസ് ട്രാക്കിലേക്ക് വീഴുമോ ജോർജ് ജോസഫ്? ഇല്ല, അവിടെ അത് ഓഫീസ് പറഞ്ഞത് അനുസരിച്ച് അവർ മൊഴി കൊടുക്കണമല്ലോ, മൊഴി കൊടുക്കാൻ വരണമല്ലോ. പോലീസ് സ്റ്റേഷനിൽ വന്നല്ലേ മൊഴി കൊടുക്കേണ്ടത്, അല്ലെ ക്രൈംബ്രാഞ്ചിന് മൊഴി കൊടുത്താൽ അത് ആ കേസ് നിലനിൽക്കത്തില്ലെന്നാണ് ഞാൻ നേരത്തെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് എടുത്തിരിക്കുന്ന കേസ് അനുസരിച്ച് അവർ BNS 78 വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായത്. സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ പതുങ്ങി നടക്കുക. ഒരാൾ രഹസ്യമായിട്ട് ഒരു സ്ത്രീയെ വാച്ച് ചെയ്യുക, അലക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ വായിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുക, അങ്ങനെയൊക്കെ അതൊക്കെയാണ് ആ സ്റ്റോക്കിങ്. അപ്പോൾ അത് ഇതിനകത്തൊന്നും അട്രാക്ട് ചെയ്യുന്ന ഒരു സെക്ഷനേ അല്ല. പിന്നെ പോലീസ് ആക്ടിൻ്റെ 120 പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. 120 പബ്ലിക് ന്യൂസൻസ് ആണ്. പബ്ലിക് ന്യൂസൻസ് ആക്കി രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്ന പബ്ലിക് ന്യൂസൻസ് ആണ്. അതിൻ്റെ ഡെഫിനിഷനൊക്കെ വേറെയാണ്. പിന്നെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ, ഈ 3 സെക്ഷനും അട്രാക്ട് ചെയ്യില്ല. അതാണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞ പരാതിക്കാരി മൊഴി നൽകുകയാണെങ്കിൽ ആ മൊഴിയിൽ ഈ പറഞ്ഞ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വകുപ്പൊക്കെ മാറാം. ഇല്ല, ആൾ വേണം. അവർ പറയണമല്ലോ അവർക്കാണ് ഗർഭം ഉണ്ടായെന്നും അത് ഗർഭചിത്രം നടത്തിയെന്നൊക്കെ അവർ പറയണ്ടേ? അത് പറയുമോ? അല്ല, എല്ലാവർക്കും ഉണ്ടായെന്ന് പറഞ്ഞ് ഇവരല്ല പറയേണ്ടത്, അവരാണ് പറയേണ്ടത്. നമുക്കറിയില്ല പരാതിക്കാരി ആരാ, നമുക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ അതിലെ പരാതിക്കാരി മൊഴി നൽകാൻ തയ്യാറാണെന്ന് പരാതിക്കാരൻ പറയാണ്. വരട്ടെ. അല്ല, നമുക്കറിയില്ല എന്നുള്ളതാണ്. പരാതിക്കാരൻ അറിയാം. ഇല്ലില്ല, പരാതിക്കാരിക്ക് ഗർഭം വേണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓഫീസിന് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾക്ക് അതിനകത്തൊരു അവകാശമില്ല. അവരൊരു പരാതിക്കാരി വേണം, ആ പരാതിക്ക് ഗർഭവും വേണം, അത് അലസ് ചെയ്തുള്ള കാര്യവും വേണം, എങ്കിലും ആ സെക്ഷൻ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇതിങ്ങനെ ആകാശത്തൂടെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഗർഭമൊക്കെ ആകാശത്തൂടെ സഞ്ചരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും നിയമത്തിന് മുമ്പിൽ വില പോകില്ല, അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും കഴിയില്ല. അത് തന്നെയാണ് ഇവിടെ കോടതിയുള്ളത്. ഓരോ വകുപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ പറയുന്ന നിയമത്തിൻ്റെ പരിധിക്കകത്ത് വരണം. അതിപ്പം ക്രൈംബ്രാഞ്ച് ചാടിക്കയറി എടുത്തെന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ പെൻഷൻ വാങ്ങിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് ലിറ്റിഗേഷൻ അങ്ങോട്ട് പോകും. കാരണം അത് നിസ്സാരക്കാരല്ല ഇവരാരും. രാഹുൽ മാങ്കൂട്ടായാലും ശരി, ഷാഫി ആയാലും ശരി, അവർക്കൊക്കെ നല്ല വിവരമുള്ളവരാണ്. ഇപ്പോഴത്തെ തലമുറ LDF ആയാലും UDF ആയാലും മിക്കവാറും ആ യങ്സ്റ്റേഴ്സിനൊക്കെ നല്ല വായനയും നല്ല വിവരവും നല്ല വിദ്യാഭ്യാസവും നിയമത്തെപ്പറ്റി കുറേയൊക്കെ നല്ല വിവരവും അറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർ വെറുതെ ഇങ്ങനെ ഓരോന്ന് പടച്ചു വിടുന്നത് അത് ദൂഷ്യം ചെയ്യുന്നു.